ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി. നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് പറയുമ്പോൾ കുഞ്ഞൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. എത്രത്തോളം ആഡ് ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. ഇന്നിപ്പോൾ വലിയ കാര്യമായിട്ടുള്ള പണികളൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, എത്രത്തോളം ആഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്നാലും ഉള്ളതാവട്ടെ എന്ന് വിചാരിച്ചിട്ട് പരമാവധി ഞാൻ എന്താ പറയുക ഒരു 10 മിനിറ്റിൻ്റെയൊക്കെ വീഡിയോ ആക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ എത്രത്തോളം പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ, അത്രേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയോ, എനിക്കറിയാത്തൊരു പണിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. വേറൊന്നുമല്ല, തേങ്ങ പൊളിക്കൽ. എനിക്ക് ഈ സംഭവം അറിയുന്നില്ല കേട്ടോ, തീരെ അറിയില്ല. അറിയാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് പറയാൻ എനിക്കൊരു മടിയില്ല കേട്ടോ. എനിക്കറിയില്ല ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ. ഞാൻ ഇതുവരെ തേങ്ങ പൊളിച്ചിട്ടില്ല, എന്നാലല്ലേ വല്ല എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാവുള്ളൂ. ഞാൻ ഒറ്റ പ്രാവശ്യം പൊളിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഏട്ടൻ ഇവിടെ ഇല്ലാത്ത സമയത്ത്, ഏട്ടന് വർക്കുള്ള സമയത്തായിരുന്നു ഉണ്ടായിരുന്നത്. അത് ഞാൻ 2 മണിക്ക്, എനിക്ക് നല്ല ഓർമ്മയാണ് കേട്ടോ, 2 മണിക്ക് തേങ്ങ പൊളിക്കാനിരുന്നിട്ട് 2:30 ബസ് പോകുമ്പോഴാണ് കേട്ടോ എൻ്റെ തേങ്ങ പൊളിക്കൽ കഴിഞ്ഞ്. അത്ര നേരം ഞാൻ ഇരുന്നിട്ടാണ് ഇങ്ങനെ മെല്ലെ മെല്ലെ കേട്ടോ. എനിക്ക് പേടിയാണ് കേട്ടോ, ഈ മടാളും കൊണ്ടൊക്കെ കളിക്കാൻ തന്നെ എനിക്ക് നല്ല പേടി. കളിക്കാനില്ല, എന്തെങ്കിലും ചെയ്യാനൊക്കെ ഈ ഭയങ്കര പേടിയാണ് കേട്ടോ. കയ്യിലെങ്ങാനും വെട്ടുമോ, അതൊക്കെയാണ് കേട്ടോ എനിക്ക് പേടി. അങ്ങനെ ഞാൻ എന്തൊക്കെയോ തേങ്ങേനിട്ട് കാട്ടുണ്ട്. എനിക്ക് തന്നെ തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ, അയ്യോ പാവം തേങ്ങ, അതിനെങ്ങനെ ഒറ്റയടിക്ക് കൊല്ലാതെ ഇഞ്ചിഞ്ചായിട്ടല്ലേ ഞാൻ കൊല്ലണമെന്നൊക്കെ ആലോചിച്ചിട്ട് എനിക്കെന്നെ ചിരി വരികയാണ് കേട്ടോ എൻ്റെ കാര്യം നോക്കുമ്പോൾ. അങ്ങനെ ഇതാ വെട്ടി കുറേ നേരത്തെ കഷ്ടപ്പാടിന് ശേഷം പൊളിച്ച് നോക്കിയപ്പോൾ ഉണ്ടല്ലോ, അത് കേട്ടായിരുന്നു കേട്ടോ. ഞാനത് കുലുങ്ങണ് കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പൊളിച്ച് നോക്കിയതാണ് കേട്ടോ. അതാണെന്നുണ്ടെങ്കിൽ കേട്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ആകെ അളിഞ്ഞു പിളിഞ്ഞിട്ടൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നു. അതങ്ങനെ കളഞ്ഞു കേട്ടോ. അതാണ്ട് താഴെ കിടക്കുന്നുണ്ടില്ല, അതാണ് കേട്ടോ സംഭവം, വെള്ള കളർ. അപ്പത്തിന് കണ്ട് കുരങ്ങന്മാർ ഇങ്ങോട്ട് വന്ന് നടക്കണു. അപ്പോൾ അവരത് വാരി കഴിക്കുന്നുണ്ട് കേട്ടോ. അവരാണെന്നുണ്ടെങ്കിൽ മനുഷ്യനെ പ്രാന്താക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ. എന്നിട്ട് ഞാൻ വേറൊരു തേങ്ങ കൂടി എടുത്തു. ഇത് കുലുങ്ങണമൊന്നും ഇല്ല കേട്ടോ, ഇത് കൊട്ട തേങ്ങയാണോ എന്തോ, പക്ഷേ കൊട്ടയായിട്ടില്ല തോന്നുന്നു. അപ്പോൾ ഞാൻ അടുത്തത് ഒന്നുകൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഒരു വെട്ടിയൊരു എക്സ്പീരിയൻസിൽ ഞാൻ മെല്ലെ മെല്ലെ ഒന്ന് എന്താ പറയുക വെട്ടാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ പേടിയായിട്ട് അങ്ങനെ, എനിക്ക് അറിയില്ല കേട്ടോ സത്യത്തിൽ, അതാണ് എനിക്കറിയില്ല. അതൊക്കെ ഏട്ടനല്ലേക്ക് ചെയ്തു തരാറുള്ളത്. ഇപ്രാവശ്യം ഏട്ടനില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കിച്ചൺ എന്നുണ്ടെങ്കിൽ രാവിലെ ഒരു ഓർഡർ ഇട്ടിട്ടോ പോയി. എനിക്ക് വൈകുന്നേരത്തെ അമ്മ അവിടെ ഉണ്ടാക്കി വെക്കണം കേട്ടോ എന്ന്. ആ ഫ്രിഡ്ജിൽ പോയി നോക്കിയപ്പോൾ തേങ്ങയുടെ ഒരു കഷ്ണം, ഒരു മുറി തേങ്ങ ഉണ്ട്, പക്ഷെ അതിൽ ഒരു മുറി ഇല്ല. അതിൻ്റെ അടിഭാഗത്തൊരു ഇത്തിരി ഉള്ളൂ കേട്ടോ. ചിരകിയിട്ട് ബാക്കി വന്നതാണ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ അതിപ്പോൾ തികയില്ലല്ലോ, ഒരു അട ഉണ്ടാക്കാനും തികയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിജയിക്കുകയോ എന്താട്ടോ ഇതൊന്ന്, ഈ തേങ്ങയൊക്കെ പൊളിച്ച് എനിക്ക് ഇതൊന്നൊരു തേങ്ങ എപ്പോഴാണ് അവ കിട്ടുക കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ തേങ്ങ പൊളിക്കലൊക്കെ കഴിഞ്ഞു. അത് കുഴപ്പമില്ല കേട്ടോ, നല്ല തേങ്ങ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്ത് അകത്ത് കൊണ്ടുവന്ന് ഞാൻ എന്നിട്ട് നമുക്ക് ചായക്കല്ല കാപ്പിക്കുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷമാണ് കേട്ടോ നടന്നത്. കുറേ നേരം പറഞ്ഞാൽ കുറേ നേരം പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു അരമണിക്കൂർ 1 മണിക്കൂറോളം ഞാനതിൽ കൊത്തിക്കൊണ്ടിരുന്നു കേട്ടോ. തേങ്ങേനെ ഞാൻ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയിട്ട് അവസാനം കിട്ടി എനിക്ക് കേട്ടോ. അങ്ങനെ എന്താ പറയുക, എനിക്ക് ആലോചിക്കുമ്പോൾ എനിക്ക് ചിരിയും വരുന്നുണ്ട് കേട്ടോ. അയ്യോ ഞാൻ ഇത്ര വലിയ പരാജയമാണോ എന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ അതൊക്കെ അങ്ങനെ കഴിഞ്ഞു. കാപ്പിക്കുള്ള വെള്ളമൊക്കെ വെച്ചു. എന്നിട്ട് ഗ്യാസൊക്കെ ഒന്ന് വെറുതെ ഒന്ന് തുടച്ചു കൊടുത്തിട്ട് നമ്മുടെ ശർക്കര ഉണ്ടല്ലോ, ഇത് മറ്റേ കട്ടുള്ള ശർക്കര അച്ചുണ്ടല്ലോ, അതല്ല, ഒരു ഉണ്ട ഉണ്ടാവുമല്ലോ റൗണ്ടിൽ ഒറ്റൊരു ഉണ്ട, ആ ശർക്കരയാണ് ഉണ്ടായിരുന്നത്. ഞാൻ വീട്ടിൽ നിന്ന് എനിക്ക് അമ്മമ്മ തന്നതാണ് കേട്ടോ. നീ പോയിട്ട് കുട്ടികൾക്ക് പലഹാരമൊക്കെ ഉണ്ടാക്കിക്കും. ഞാനിവിടെ എപ്പോഴും പലഹാരം ഉണ്ടാക്കണമെന്ന് അവർക്ക് അറിയാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഏത് കൊണ്ടേക്കോന്ന് പറഞ്ഞു, അവിടെ ഉണ്ടാക്കില്ല ആരും എന്നൊക്കെ പറഞ്ഞിട്ട് നാശമാക്കി കളയണ്ട, അതിങ്ങനെ അളിയുമല്ലോ, നമ്മൾ ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ വെള്ളം പൊട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് കൊണ്ടേക്കാൻ വേണ്ടി ഞാൻ എടുത്തിട്ട് വന്നാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ ഉണ്ടാക്കിയിട്ട് ഇതാ ഇത്രയും ആയിട്ടുണ്ട് കേട്ടോ. ഈ ശർക്കരയൊക്കെ ഇത്രയ്ക്കും ആയിട്ടുണ്ട്. ഞാനാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അവിടെ ഉണ്ടാക്കില്ല, അതുകൊണ്ട് തന്നെ പൊടിയും കഴിയാറായി. ഞാൻ ആകെ ഒരു സ്വല്പം പൊടിയും കൂടി ഉള്ളൂ കേട്ടോ. അപ്പോൾ ശർക്കര അങ്ങനെ തീരാറായിട്ടുണ്ട്. അങ്ങനെ ഞാനിതാ മാവൊക്കെ കുഴച്ചു കേട്ടോ. നേരത്തെ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ ഞാനൊന്നും ചായ കുടിക്കില്ല കേട്ടോ. ഞാൻ ഏട്ടനൊന്നും ഇപ്പോൾ ചായ കുടിക്കാറില്ല. ഏട്ടനൊക്കെ വല്ലപ്പോഴും തന്നെ കുടിക്കാറുള്ളൂ. കിച്ചുവിനാണ് കുറച്ചുകൂടി നിർബന്ധം കേട്ടോ. തുമ്പിക്കുട്ടിക്കും വലിയ നിർബന്ധമൊന്നും ഇല്ല. അപ്പോൾ അവർക്ക് മാത്രമുള്ള കാപ്പിക്കുള്ളത് മാറ്റി വെച്ചിട്ട് ഞാൻ ബാക്കിയുള്ള വെള്ളം മാവ് കുഴക്കാനായിട്ട് എടുത്തു കേട്ടോ. 2 ട്രിപ്പൊന്നും ആയിട്ട് വെക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ നല്ല ചൂടുവെള്ളത്തിലാണ് കേട്ടോ ഞാൻ മാവൊക്കെ കുഴച്ചത്. അത് കാരണം കൊണ്ട് തന്നെ നമുക്കുണ്ടല്ലോ അങ്ങനെ ചൂടുവെള്ളത്തിൽ എന്താ പറയുക പൊടി കുഴച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അട കിട്ടും കേട്ടോ നമുക്ക്. കഴിഞ്ഞ ദിവസം അട ഉണ്ടാക്കുമ്പോഴും ഞാൻ ഇതുപോലെ തന്നെ ഉണ്ടായിരുന്നത്. പക്ഷേ നമ്മുടെ കയ്യിൽ മാവ് ഒട്ടിപ്പിടിക്കെങ്കിലും കുറച്ച് വെള്ളത്തിൽ കൈ മുക്കിയിട്ട് ഇങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ
നമുക്ക് കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല കേട്ടോ, കറക്റ്റായിട്ട് തന്നെ വരും. പിന്നെ നല്ല സോഫ്റ്റായിട്ട് നല്ല നൈസായിട്ടുള്ള അട കിട്ടും കേട്ടോ, നല്ല കനമില്ലാത്ത അട കിട്ടും കേട്ടോ, നല്ല ടേസ്റ്റാണ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ അടയൊക്കെ അങ്ങനെ റെഡിയാക്കി. പിന്നെ ഉണ്ടല്ലോ ഞാൻ തേങ്ങയും ശർക്കരയും ജീരകവും ഏലക്കായും എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ വെച്ചത്. മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ അടയുടെ ഉള്ളിൽ ഫില്ല് ചെയ്തിരിക്കുന്നത്. ചില സമയത്ത് ഞാൻ ഏലക്കായൊന്നും ഇടില്ല, ഏലക്കായ ഇല്ലാത്തപ്പോൾ ഇടില്ല കേട്ടോ, ഉള്ളപ്പോൾ ഇടും. കുറച്ച് ജീരകം ഉണ്ടല്ലോ, ചെറിയ ജീരകം അതും ഇട്ടിട്ട് നല്ല മണമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അടയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത് കേട്ടോ. അങ്ങനെ ഇഡ്ഡലി ചെമ്പിൻ്റെ ഉള്ളിൽ എല്ലാ അടകളും വെച്ചിട്ടുണ്ട്. ഒറ്റ ട്രിപ്പിൽ തന്നെ പോയിട്ടോ. പിന്നെ അപ്പോൾ കണ്ടേ നമ്മുടെ അടയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനും തുമ്പിക്കുട്ടിയും ഞാൻ അത് പറയാൻ മറന്നു, ഈ അട ഞാൻ ഗ്യാസിൻ്റെ മേലെ വെച്ച് തീ നല്ല കുറച്ച് വെച്ചിട്ടാണ് പോയിട്ടുണ്ടാകും തുമ്പീനെ കൂട്ടാൻ വേണ്ടി പോയിട്ട് അംഗനവാടിക്ക്. വന്നപ്പത്തിന് അടയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ വന്നുകൊടുമ്പോൾ തന്നെ അട വേണം പറഞ്ഞിട്ട് അവൾക്ക് അടയൊക്കെ എടുത്ത് കൊടുത്തു. ഞങ്ങൾ രണ്ടാളും ഓരോ അടയൊക്കെ കഴിച്ചു കേട്ടോ, ബാക്കിയുള്ള എനിക്ക് ഇച്ച് വന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് അവൾ വന്നിട്ട് അടയൊക്കെ കഴിച്ച് ഞാനിതാ ചപ്പാത്തിക്കുള്ളത് പരത്തി വെച്ചിട്ടുണ്ട്, അല്ല കുഴച്ച് വെച്ചിട്ട് ഉണ്ടയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത് കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ, റെസ്റ്റ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ചപ്പാത്തി പരത്തിൽ കഴിഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെ കുഴച്ച് വെച്ചിരിക്കുകയാണ്. അപ്പത്തിന് നമ്മുടെ കിച്ചൂട്ടൻ കണ്ട അവൻ വന്നു. അവൻ വന്നിട്ട് ഇതാ ചായ കുടിക്കാൻ കേട്ടോ അവിടെ ഇരുന്നിട്ട്. അപ്പോൾ എന്തൊക്കെയാണ് കാണിക്കണുള്ളൂ കേട്ടോ, കൈയും കാലും ഇട്ടിട്ട്. അപ്പോൾ അവൻ അടയും ചായയൊക്കെ ഇരുന്ന് കാപ്പിയൊക്കെ ഇരുന്ന് കുടിക്കുന്നുണ്ട്. അപ്പോൾ തുമ്പിയുടെ പണി എന്താണെന്ന് അറിയാം, തുമ്പിക്ക് അടയൊന്നും വേണ്ട, അവൾ കഴിച്ചതല്ലേ. അപ്പോൾ അടയൊന്നും വേണ്ട, ഞാൻ ഏട്ടൻ്റെ ബാഗ് ഇട്ടിട്ട് നടക്കുന്നുണ്ട്. അവൻ്റെ ബാഗ് തോളത്തിട്ടിട്ട് അവൾ നടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവളുടെ ഒരു പ്രത്യേകത അങ്ങനെ തന്നെയാണ് കേട്ടോ, അവൾ എപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. അവൻ വന്നു കഴിഞ്ഞാൽ അവൻ്റെ ബാഗ്, പിന്നെ അതുപോലെ തന്നെ അവൻ്റെ ടാഗ്, ഇതെല്ലാം അവൾ കഴുത്തിലിട്ടിട്ട് ഇങ്ങനെ നടക്കും കേട്ടോ. കുറേ നേരം അതുകൊണ്ട് നടക്കും. എന്നിട്ടൊക്കെയാണ് എടുത്ത് വെക്കാൻ പറഞ്ഞാലാണ് കേട്ടോ ആൾ എടുത്ത് വെക്കുള്ളൂ. പിന്നെ അതുപോലെ തന്നെ വന്നിടുമ്പോൾ തന്നെ ഞാൻ കാണിക്കുന്നുണ്ടിട്ടാണ് കേട്ടോ ബാഗിൽ നിന്ന് അവൻ്റെ എന്താ പറയുക ലഞ്ച് ബോക്സും സ്നാക്സ് ബോക്സൊക്കെ എടുത്തിട്ട് ഞാൻ ഫുള്ളായിട്ട് കഴിച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കും. അപ്പോൾ അതുപോലെ തന്നെ അവൾ വന്നിടുമ്പോൾ തന്നെ എന്താ പറയുക അവൻ്റെ ബാഗിൽ നിന്ന് അതൊക്കെ നോക്കിയിട്ടോ വന്നിട്ട് ഏട്ടൻ കഴിച്ചിട്ടുണ്ടോ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടോ. ഞാൻ പറയണ പോലെയായിട്ട് അവൾ ചെയ്യണതൊക്കെ, ഞാൻ കാണിക്കണ പോലെയായിട്ട് അവളൊക്കെ കാണിക്കണത്, പറയണതും ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾ എടുത്ത് നോക്കിയിട്ട് അമ്മ ഏട്ടൻ ഒക്കെ കഴിച്ചു കൂട്ടോ എന്നൊക്കെ എൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ. അങ്ങനെ തുമ്പി ബാഗൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്, കിച്ചോടെ ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട്. അങ്ങനെ എൻ്റെ മുറ്റടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. ഈ ഒരു സമയത്തുണ്ടല്ലോ എന്താ പറയുക, നമ്മുടെ തുണികളൊക്കെ എടുത്ത് വയ്ക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കിടക്കുന്ന തുണികൾ പറയുമ്പോൾ ഉണങ്ങിയിട്ടില്ല മൊത്തത്തിൽ ഉണങ്ങിയിട്ടില്ല എന്നല്ല കേട്ടോ, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയൊരു നനവുണ്ട് കേട്ടോ. പിന്നെ അത് മാത്രമല്ല വെയിൽ വലിയ കാര്യമായിട്ടും വെയിലില്ല കേട്ടോ. ഇപ്പോൾ മഴക്കാറല്ല, ഒരുമാതിരി മൂടി പിടിച്ചും കൊണ്ടാണ്, വെയിലില്ലാതെ ഒരുമാതിരി മൂടി പിടിച്ചും കൊണ്ട്. എന്നാൽ മഴക്കാറാണോ അതുമല്ല, അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ് കേട്ടോ. ഇപ്പോൾ മഴ ഏത് നിമിഷം വേണമെങ്കിലും ചിലപ്പോൾ പെയ്യാം കേട്ടോ, ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ പാത്രം കഴുകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ആ പാത്രത്തിൽ ഞാൻ കുറച്ച് വെള്ളമൊക്കെ നിറച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ രാവിലേക്ക് പാത്രം കഴുകുമ്പോൾ എനിക്ക് വെള്ളം പിന്നെ ആ സമയത്തൊന്നും നിറയ്ക്കാനൊക്കെ നല്ല മടിയാണ് കേട്ടോ എനിക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പം തന്നെ നിറച്ച് വയ്ക്കും. അങ്ങനെ വെള്ളം നിറയ്ക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. നമ്മുടെ ചപ്പാത്തി പരത്തൽ കഴിഞ്ഞു. ചപ്പാത്തി പരത്തിയിട്ട് ഞാൻ കുളിക്കാൻ വേണ്ടി പോയി കേട്ടോ. കുട്ടികളെ കുളിപ്പിച്ചു, ഞാനും ഒന്ന് കുളിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ മേലെ കഴുകൽ കേട്ടോ. അതെല്ലാം കഴിഞ്ഞു. എന്താ പറയുക, ഈ ഒരു സമയം കൊണ്ട് പിന്നെ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ എല്ലാം ചടപടയെന്നായിരുന്നു കേട്ടോ. അങ്ങനെ ചപ്പാത്തിയൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ കിച്ചു ബെഞ്ച് സ്റ്റൂളിൻ്റെ മേലെ കയറിയിട്ടിരിക്കുന്നുണ്ട്. തുമ്പിക്കുട്ടി അവിടെ താഴെ ഇരുന്നിട്ട് അടയൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ ഉറക്കം വന്നിട്ട് എനിക്ക് മേലേൽ കഴിയുമ്പോഴേക്കും ഉറക്കം വരികയാണ് കേട്ടോ. എന്താണെന്നറിയില്ല, ഉറക്കം വരികയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുണ്ട്. ഇവരാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ രണ്ടാളും കൂടി പറഞ്ഞിട്ട് ഇങ്ങനെ തല്ലുകൂടുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്താ പറയുക, ചപ്പാത്തിയൊക്കെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കറിയൊന്നും ഞാൻ ഉണ്ടാക്കണില്ല കേട്ടോ. ഞാൻ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏട്ടൻ എന്തെങ്കിലും വരുമ്പോൾ കറി എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വാ, എന്തെങ്കിലും കറി ആയാലും മതി, ചിക്കനും മട്ടനൊന്നും വേണമെന്നില്ല, വെജ് കുറുമയായാലും കുഴപ്പമില്ല, എന്തെങ്കിലും കറി വാങ്ങിച്ചിട്ട് വാ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇനി കറി വെക്കേണ്ട പണിയില്ല, കാരണം കോഴിമുട്ടയൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. കോഴിമുട്ടൊന്നുമില്ല, എനിക്കിനി കടയിലേക്കൊന്നും പോകാനും വയ്യ. അതൊക്കെയാണ് കേട്ടോ മെയിനായിട്ട്. ഇന്നെനിക്ക് തീരെ വയ്യ കേട്ടോ. ഞാൻ ഒരു ജോലി ഉണ്ടാവില്ല എന്നിട്ട് വിചാരിച്ചു, പക്ഷെ ഇന്ന് നല്ല പണിയായിരുന്നു കേട്ടോ. ചപ്പാത്തി പരത്താനായിട്ട് ഇരുന്നപ്പോൾ എൻ്റെ കഴുത്തും നടുവൊക്കെ വേദനിക്കാൻ തുടങ്ങിയിട്ട് എനിക്ക്. അങ്ങനെ നമ്മുടെ ചപ്പാത്തിയൊക്കെ കണ്ടില്ലേ ആയിട്ടുണ്ട്, കുഴപ്പമില്ല കേട്ടോ.
സോഫ്റ്റൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഹാർഡായിട്ടുള്ള ചപ്പാത്തി ഒന്നും അല്ലാട്ടോ ഉണ്ടായിരുന്നു. നമുക്ക് കാണുമ്പോൾ തോന്നുകയാണ് കേട്ടോ. പിന്നെ അത് നമ്മൾ അടച്ച് കുറേ നേരം വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായി കിട്ടും കേട്ടോ ചപ്പാത്തിയൊക്കെ. എനിക്ക് അങ്ങനെയായിട്ട് ഉണ്ടാവാറുള്ളത്. അപ്പോൾ തുമ്പിക്കുട്ടി ഉണ്ടില്ല അവിടെ ഇരുന്നിട്ട് അടയൊക്കെ കഴിക്കുന്നുണ്ട്. അവൾക്ക് പിന്നെ എനിക്കിന്ന് ചപ്പാത്തി വേണ്ട, എനിക്കിന്ന് അട മാത്രം മതി പറഞ്ഞിട്ട് അവൾ അട കഴിക്കുന്നുണ്ട് കേട്ടോ. കിച്ചു അടയൊക്കെ കഴിച്ചു, ചപ്പാത്തി അവനും വേണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇതാ എന്താ പറയുക, ഏട്ടൻ വന്നു, ഞങ്ങളിതാ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. ചപ്പാത്തി പിന്നെ ഇത് ബീഫ് കറിയാണ് കേട്ടോ. പിന്നെ ചില്ലി ചിക്കനും എല്ലാം വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടെന്ന്. ഇത്രയൊക്കെ വാങ്ങുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.